നമസ്കാരം, ഞാൻ ഡോക്ടർ തുഫൈൽ ബീബി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, ഫാത്തിമ ഹോസ്പിറ്റൽ കണ്ണൂർ. ഗൈനക്കോളജിയിൽ ഇന്ന് ഏത് സർജറിയും നമുക്ക് മിനിമലി ഇൻവെസീവ് ആയിട്ട് ചെയ്യാം. അതായത് ഒരു താക്കോൽ ദ്വാരം വഴിയുള്ള ഇൻസിഷൻ വെച്ച് നമുക്ക് ഏത് സർജറി ചെയ്യാവുന്നതാണ്. അത് ഒരു യൂട്രസ് റിമൂവൽ സർജറി ആയാലും, യൂട്രസിൽ നിന്ന് മുഴ മാത്രം മാറ്റിയെടുക്കുന്ന സർജറി ആയാലും, അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള മുഴ മാറ്റൽ സർജറി ആണെങ്കിലും എന്ത് സർജറി ആവട്ടെ നമുക്കത് കീ ഹോൾ വഴി ചെയ്യാവുന്നതാണ്. കീ ഹോൾ സർജറിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഏതൊരു സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തീസിയയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈമിലുള്ള പെയിൻ അതൊക്കെയാണ് സർജറിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ കീ ഹോൾ സർജറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈം ഒരു സർജറി കഴിഞ്ഞ പോലെ തോന്നില്ല. പിന്നെ അതേപോലെ തന്നെ റെസ്റ്റ് അധികം വേണ്ട വരില്ല, ഹോസ്പിറ്റൽ വാസം കുറവേ വേണ്ടി വരുള്ളൂ. ഇതൊക്കെയാണ് കീ ഹോൾ സർജറിയുടെ മെച്ചങ്ങൾ. ഇന്നിപ്പോ ഇത് കൺസർവേറ്റീവ് സർജറിയുടെ കാലഘട്ടമാണ്. അതായത് ഒരു ഗർഭാശയത്തിൽ മുഴയുണ്ടെങ്കിൽ ഗർഭാശയം മൊത്തമായി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് മുഴകൾ മാത്രം മാറ്റി നമുക്ക് അവരുടെ അസുഖങ്ങൾ പരിഹരിക്കാം. ഇത് കീ ഹോൾ സർജറിയിൽ കൂടുതൽ വ്യക്തമായി ചെയ്യാൻ പറ്റുന്ന സർജറിയാണ് ഈ കൺസർവേറ്റീവ് സർജറീസ് ഒക്കെ. പ്രത്യേകിച്ചും വന്ധ്യത റിലേറ്റഡ് സർജറീസ്, അതായത് ഫൈബ്രോയിഡ് റിമൂവൽ, അതായത് എൻഡോമെട്രിയോസിസ് ക്ലിയറൻസ്, അതേപോലെ ഒവറിയൻ സിസ്റ്റിന്റെ സർജറി, ഇതൊക്കെ നമ്മൾക്ക് കൺസർവേറ്റീവ് സർജറി ആയിട്ട് ചെയ്യാവുന്നതാണ്. കീ ഹോൾ സർജറി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോ മിക്കവർക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫൈബ്രോയിഡ് യൂട്രസ്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഗർഭാശയത്തിൽ മുഴകളുണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പം ഇതിന് മിക്കവാറും ഫൈബ്രോയിഡിന് സർജറി ഒന്നും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വളരെ കുറവ് പെർസെന്റേജ് ആൾക്കാർക്ക് മാത്രമേ സർജറിയുടെ ഒക്കെ ആവശ്യമുള്ളൂ. പ്രത്യേകിച്ചും വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഫൈബ്രോയിഡ് കൂടുതൽ സിംറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ബ്ലീഡിങ്, വയറുവേദന, അടിവയറ്റിൽ വേദന, അതേപോലെ തന്നെ നടുവേദന, അല്ലെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിക്കറന്റ് പ്രഗ്നൻസി ലോസസ്, അതായത് മൾട്ടിപ്പിൾ അബോർഷൻസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ മൂത്രതടസ്സം, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കണ്ടീഷൻ വരികയാണെങ്കിൽ മാത്രമേ സർജറി ആവശ്യമുള്ളൂ. അത് ഒ പിയിൽ വരുന്ന ഫൈബ്രോയിഡ് കാണുന്ന മിക്ക ആൾക്കാർക്കും സർജറി വേണ്ട എന്നുള്ളതാണ് അതിലെ കാര്യം. അതേപോലെയുള്ള വേറൊരു പ്രൊസീജിയറാണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അത് ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ എൻഡോസ്കോപ്പ് പാസ് ചെയ്ത് ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള പാത്തോളജി മനസ്സിലാക്കാനുള്ള ഒരു പ്രൊസീജിയറാണ് ഹിസ്ട്രോസ്കോപ്പി. അത് ഒരേ സമയം തന്നെ നമുക്ക് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം, അതേസമയം തന്നെ നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ട് ഉപയോഗിക്കാം. അതുവഴി ഈ എൻഡോസ്കോപ്പി വഴി നമ്മൾക്ക് ഉള്ള പാത്തോളജി നീക്കാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള ഒരു ദശ വളർച്ച, ഈ ദശ വളർച്ച കൊണ്ട് അത് ബ്ലീഡിങ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതൊരു വന്ധ്യതയ്ക്ക് കാരണമായേക്കാം. ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഹിസ്ട്രോസ്കോപ്പി വഴി നമ്മൾ അത് കണ്ടുപിടിക്കുകയും അത് റിമൂവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പരിഹാരം നേടാം. അതേപോലെ തന്നെ നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് ചെയ്യുന്ന ലാപ്രോസ്കോപ്പിയുടെ കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടിയാണ് ഹിസ്ട്രോസ്കോപ്പി. അതുകൊണ്ടാണ് നമ്മൾ ഹിസ്ട്രോ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതിന്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഹിസ്ട്രോസ്കോപ്പിയും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ ട്യൂബ് ടെസ്റ്റിംഗ്, അതായത് അണ്ടവാഹിനി കുഴൽ വർക്കിംഗ് ആണോ എന്ന് നോക്കുന്നുള്ള ടെസ്റ്റ്, ക്രോമോപെർട്യൂബേഷൻ എന്ന് പറയും. അതിൽ ഇൻ കേസ് ബ്ലോക്ക് കണ്ടുപിടിക്കപ്പെട്ടാൽ നമുക്ക് ഹിസ്ട്രോസ്കോപ്പി വഴി നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ് കാനുലേറ്റ് ചെയ്തിട്ട് ആ ബ്ലോക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഹിസ്ട്രോസ്കോപ്പി കൊണ്ടുള്ള മെച്ചങ്ങൾ. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രൊസീജിയർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഹിസ്ട്രോ ലാപ്രോസ്കോപ്പി. എന്ന് വെച്ച് ഇൻഫെർട്ടിലിറ്റി ബാധിച്ച എല്ലാവർക്കും ചെയ്യണം എന്നല്ല. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എപ്പോഴും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ആദ്യം വന്ധ്യതയായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും ആദ്യം ടാബ്ലറ്റ്സ് ഒക്കെ ഉള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5-6 മാസം ട്രീറ്റ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ട്യൂബ് ടെസ്റ്റിങ്ങും അതേപോലെ ലാപ്രോസ്കോപ്പിയും ഹിസ്ട്രോസ്കോപ്പിയും ഒക്കെ ചെയ്യേണ്ടി വരുള്ളൂ.